ഹലോ മച്ചാമാരെ, അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മച്ചാമാർക്കും സ്വാഗതം. നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഗൈസ്, ഈ ഗെയിം പ്ലേ കാണുന്ന പോലെ ഷോട്ട് ഗൺ യൂസ് ആക്കുമ്പോൾ ഫാസ്റ്റായിട്ട് മൂവ്മെൻറ്റ് എടുക്കാനും എയിം ചോക്കാതിരിക്കാനും. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതിന് പറ്റിയ കുറച്ച് എഫക്റ്റീവ് ഡ്രിൽസും ഏതൊക്കെ ഷോട്ട് ഗണ്ണിന് ഏതൊക്കെ അറ്റാച്ച്മെൻറ്റാണ് യൂസ് ആക്കേണ്ടതെന്ന്. അപ്പോൾ മച്ചാമാരെ, നിങ്ങൾ ഈ ഗെയിം പ്ലേയിൽ കാണുന്നത് ഒരു വാവ് മോഡ് മാപ്പാണ്. ഇത് അത്യാവശ്യം നല്ലൊരു എഫക്റ്റീവ് മാപ്പാണ് ഗൈസ്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ഞാൻ അതിൻ്റെ കോഡ് ഇവിടെ കൊടുത്തേക്കാം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ ഷോട്ട് ഗണ്ണിന് ഏതൊക്കെ അറ്റാച്ച്മെൻറ്റാണ് യൂസ് ആക്കേണ്ടതെന്ന്. ഒട്ടുമിക്ക മച്ചാമാരും കോമ്പൻസേറ്ററാണ് SLKയിൽ യൂസ് ആക്കാറ്. എന്നാൽ മച്ചാമാരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ഡക്ക് ബിൽ എന്ന് പറയുന്നൊരു അറ്റാച്ച്മെൻറ്റ് കണ്ടോ, ഒരു റെഡ് കളറിലെ, അത് നിങ്ങളൊന്ന് SLKക്ക് യൂസ് ചെയ്ത് നോക്കിയേ. SLKക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റും നമ്മുടെ S1897 എന്ന് പറഞ്ഞ ഗണ്ണിന് ബ്ലാക്ക് കളറിൽ അറ്റാച്ച്മെൻറ്റും, അഥവാ നമ്മുടെ പമ്പിന് ആ ഒരു അറ്റാച്ച്മെൻറ്റും ഒന്ന് യൂസായി കളിച്ച് നോക്ക്. അപ്പോൾ നമുക്ക് നേരെ ഡ്രിൽസിലേക്ക് പോയാലോ. അപ്പോൾ അതിനായി നിങ്ങൾ നേരെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഈ നീല കണ്ടെയ്നറിലേക്ക് വരിക. ഇവിടെ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് ഞാൻ ഈ വീഡിയോ കാണുന്ന പോലെ നിങ്ങളുടെ ക്രോസ് എയർ മാത്രം പുറത്ത് വിട്ടിട്ട് ജോയ്സ്റ്റിക്ക് കൊണ്ട് നിങ്ങൾ ഫയർ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ലായിരിക്കും. പയ്യെ നിങ്ങളത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒക്കെ ഫാസ്റ്റിൽ അത് ചെയ്ത് ചെയ്യാൻ പറ്റും. എനിമിക്ക് നിങ്ങളെ കാണാൻ കൂടി പറ്റില്ല, അത്ര എഫക്റ്റീവാണ് ഗൈസ് ഈ ഡ്രില്ല്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ബോഡി എക്സ്പോസ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ക്രോസ് എയർ മാത്രം നിങ്ങൾ വെളിയിലേക്ക് വിടുക. അതിനായി നിങ്ങൾ ഗൈറോ നിങ്ങളുടെ റൈറ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ചരിച്ചു കൊടുക്കുക. ഇത് എഫക്റ്റീവ് ഡ്രില്ലാണ് ഗൈസ്. എനിമിക്ക് നിങ്ങളെ കാണാൻ കൂടെ പറ്റത്തില്ല. ഇതൊക്കെ എഫക്റ്റീവ് ആകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്സ് ഉണ്ടല്ലോ, ആപ്സിൽ നിങ്ങളൊരു ഫുൾ സ്കോഡ് റഷ് ചെയ്യുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ നിങ്ങളൊന്ന് ഫയർ ചെയ്ത് നോക്കുക. അവന്മാർക്ക് തൊടാൻ പറ്റില്ല ഗൈസ്. എനിമി അകത്തോട്ട് കയറിയിട്ട് നിങ്ങൾ കവറെടുത്ത് തന്നെ കളിക്കുക. ഇതേപോലെ നിങ്ങൾ ലെഫ്റ്റ് സൈഡും ചെയ്യുക ഗൈസ്. ലെഫ്റ്റ് സൈഡ് കുറച്ച് ടാസ്ക്കാണ്, ബട്ട് നമ്മൾ ട്രെയിൻ ചെയ്താൽ ഈ ലോകത്ത് നടക്കാത്തതായിട്ട് ഒന്നുമില്ല ഗൈസ്. അതേ കണക്ക് തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡും ചെയ്യുക. ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എയിം ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾ ജസ്റ്റ് ആ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, റൈറ്റിൽ കിട്ടുന്ന കണക്ക് നിങ്ങൾക്ക് ലെഫ്റ്റിലും കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. എയിം നിങ്ങൾ ശ്രദ്ധിക്കേ വേണ്ട, നിങ്ങൾ അതേ കണക്ക് തന്നെ ചെയ്യുക. എയിമിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ ഒരു കാർ എടുത്ത് കൊണ്ടുവന്ന് ഇത് കണക്ക് മുന്നിലിടുക, എന്നിട്ട് നിങ്ങൾ നേരെ ചെയ്യുക. മാക്സിമം നിങ്ങൾ കണക്റ്റ് ആക്കാൻ നോക്കുക. ഹെഡ് കണക്റ്റ് ആക്കാനേ നോക്കേണ്ട ഗൈസ്. ഈ ഷോട്ട് ഗണ്ണിലൊക്കെ നമ്മൾ ഈ ഹെഡ് കണക്റ്റ് ആക്കാൻ നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് എയിം മൊത്തം ചോക്കാവുന്നത്. നിങ്ങൾ മാക്സിമം ഒന്ന് ബോഡി ഒന്ന് കണക്റ്റ് ആക്കാൻ നോക്കുക ഗൈസ്. DBSന് നിങ്ങൾക്ക് ഇതേ ഡ്രിൽസ് തന്നെ യൂസ് ആക്കാവുന്നതാണ്. പിന്നെ DBSന് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ DBS വെച്ച് ഫൈറ്റ് എടുത്ത് നമ്മൾ അവനെ അടിച്ച്, അപ്പോൾ നമ്മൾ തന്നെ അടിക്കും. ഞാനൊരു അടി ഒള്ളിച്ചല്ലേ അവനിട്ട്, പിന്നെന്താവും വീഴാഞ്ഞ്, എന്തുകൊണ്ടാവും വീണില്ല ഗൈസ്? കാര്യം വേറൊന്നുമല്ല, നമ്മൾ ചിലപ്പോൾ എനിമിക്കിട്ട് അടിക്കുന്നത് സിംഗിൾ ടാപ്പ് ആയിരിക്കും, ചിലപ്പോൾ എനിമി നമ്മളെ ഡബിൾ ടാപ്പ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ DBS യൂസ് ആക്കുന്നവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ മച്ചാന്മാരെ, ഒട്ടുമിക്കവരും പറയുന്ന കാര്യമാണ്, എനിക്ക് SLKക്ക് ഫയർ ചെയ്യുമ്പോൾ എൻ്റെ അടി മൊത്തം ചോക്കാവുന്നു, എനിക്ക് ഒരു ബുള്ളറ്റ് പോലും കണക്റ്റ് ആകുന്നില്ല ഗൈസ്. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ SLK യൂസ് ആക്കുമ്പോൾ റൈറ്റ് ലെഫ്റ്റിലേക്ക് നിങ്ങൾ വലിച്ചു വാരി അങ്ങ് മൂവ്മെൻറ്റ് ഇടും. അതിൻ്റെ ആവശ്യമില്ല ഗൈസ്. നമ്മൾ ഈ SLK യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ റൈറ്റ് ലെഫ്റ്റിലേക്ക് നിങ്ങൾ ലോങ് ജിഗിലിടാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫയറിംഗ് സ്പീഡ് കൂട്ടി കൊടുക്കുക ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നിങ്ങളുടെ എയിം ചോക്കാനുള്ള മെയിൻ റീസൺ. അപ്പോൾ മച്ചാന്മാരെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഇതേപോലത്തെ നല്ല കണ്ടൻറ്റുകളായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടെ കുടിക്കോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.